എൻ്റെ പേര് പോൾ. ഞാൻ അമേരിക്കയിലെ ദ ഗ്രേറ്റ് സ്മോക്കി മൗണ്ടൻസ് എന്ന വലിയ വനത്തിലെ ഫോറസ്റ്റ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഈ കാടുകളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 30 വർഷത്തിൽ അധികമായി. ഈ 30 വർഷത്തിനിടയിൽ എണ്ണമറ്റ അപകടകരമായ കേസുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തവണ എനിക്ക് സംഭവിച്ചത് എനിക്കിതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഞാൻ ഇതിനെക്കുറിച്ച് ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ കൂട്ടുകാരോടോ ജോലി ചെയ്യുന്ന മറ്റ് റേഞ്ചർമാരോട് പോലും. ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളതുകൊണ്ടല്ല, മറിച്ച് എനിക്ക് സംഭവിച്ചതൊന്നും സത്യമായിരുന്നില്ല എന്ന് എനിക്ക് സ്വയം വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. ഇത്രയും വർഷങ്ങളായി ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു, അതൊരു പേടി സ്വപ്നം മാത്രമായിരുന്നുവെന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ വിരമിക്കലിനടുത്ത് ഞാൻ എന്നേക്കുമായി ഈ കാടുകളിൽ നിന്ന് അകന്നു പോകുന്നു എന്നറിയുമ്പോൾ ഒരുപക്ഷെ എനിക്കിതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞേക്കും. ഇത് ഏകദേശം 29 വർഷം മുമ്പുള്ള കാര്യമാണ്. ഞാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചേർന്നിട്ട് 6-7 മാസമേ ആയിരുന്നുള്ളൂ. ഞാൻ ചെറുപ്പമായിരുന്നു, രക്തം ചൂടായിരുന്നുകൊണ്ട് ഒന്നിനെയും പേടിച്ചിരുന്നില്ല. ഇന്ന് ആലോചിക്കുമ്പോൾ ഞാൻ എത്ര വലിയ വിഡ്ഢിയായിരുന്നുവെന്ന് തോന്നുന്നു. ഒരു തവണ സംഭവിച്ചത് ഇതാണ്. മഞ്ഞുകാലത്ത് കുറച്ച് ദിവസത്തേക്ക് വനം വിനോദസഞ്ചാരികൾക്കായി അടച്ചിട്ടിരുന്നു. കാരണം അക്കാലത്ത് അത്രയധികം മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നതുകൊണ്ട് കാട്ടിൽ ക്യാമ്പ് ചെയ്യുന്നതിനോ ചുറ്റി സഞ്ചരിക്കുന്നതിനോ ഒട്ടും സുരക്ഷിതമായിരുന്നില്ല. എന്നിട്ടും ചില ആളുകൾ എല്ലാ മുന്നറിയിപ്പുകളും അവഗണിച്ച് കാടിനുള്ളിൽ പോകും. അങ്ങനെ ഒരു സംഘത്തെക്കുറിച്ചുള്ള വിവരം അന്ന് ഞങ്ങൾക്ക് ലഭിച്ചു. അവർ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാട്ടിൽ പോയിരുന്നു. പക്ഷേ 10 ദിവസമായിട്ടും അവർ വീട്ടിൽ തിരിച്ചെത്തിയില്ല. യഥാർത്ഥത്തിൽ 2 ദിവസത്തിനുള്ളിൽ അവർ തിരിച്ചെത്തേണ്ടതായിരുന്നു. അത്തരത്തിലുള്ള എല്ലാ കേസുകളിലേതും എന്നതുപോലെ ആ 3 പേരെയും കണ്ടെത്താൻ ഒരു തിരച്ചിൽ ഓപ്പറേഷൻ ആരംഭിച്ചു. സാധാരണയായി ഇത്തരം തിരച്ചിൽ ഓപ്പറേഷനുകളിൽ സാധാരണക്കാരും സന്നദ്ധ പ്രവർത്തകരായി കൂടാറുണ്ട്. പക്ഷേ അത് മഞ്ഞുകാലമായതുകൊണ്ടും കാലാവസ്ഥ വളരെ മോശമായിരുന്നതുകൊണ്ടും ഈ തിരച്ചിൽ ഓപ്പറേഷനിൽ സാധാരണക്കാരെ ഉൾപ്പെടുത്തിയിരുന്നില്ല. പകരം ഞങ്ങളെ, അതായത് ഫോറസ്റ്റ് റേഞ്ചർമാരെയാണ് കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവരെ തിരയാൻ നിയോഗിച്ചത്. ഞാൻ കാട്ടിൽ തിരച്ചിൽ മിഷന് വേണ്ടി പോയപ്പോഴും നേരിയ മഞ്ഞുവീഴ്ചയുണ്ടായിരുന്നു. പക്ഷേ മഞ്ഞിനിടയിൽ രക്ഷാപ്രവർത്തനം നടത്താൻ ഞങ്ങൾ പരിശീലനം ലഭിച്ചവരായിരുന്നു. എൻ്റെ പക്കൽ ആവശ്യമായ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ റേഡിയോ ഫോണും കയ്യിലെടുത്ത് കാടിനുള്ളിലേക്ക് നടന്നു. ഞാൻ പറഞ്ഞല്ലോ, അന്ന് ഞാൻ കാട്ടിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 7-8 മാസമേ ആയിരുന്നുള്ളൂ. അങ്ങനൊരു കാലാവസ്ഥയിൽ ഇത്രയും ഉള്ളിൽ ഞാൻ ഇതിനു മുമ്പ് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കാടിന് നടുവിൽ കട്ടിയുള്ള മഞ്ഞുമൂടിയ പാതയിലൂടെ നടക്കുമ്പോൾ കാട് ഏതാണ്ട് ശാന്തമായിരുന്നെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പുറമേ നിന്ന് നോക്കുമ്പോൾ കാട് എത്ര ശാന്തവും സുന്ദരവുമാണെന്ന് തോന്നും. പക്ഷേ ഉള്ളിൽ അത് എത്ര അപകടകരവും വിശപ്പുള്ളതുമാണ്. ഞാൻ പോയിരുന്ന വഴി കാടിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ക്യാമ്പിംഗ് സ്ഥലത്തുള്ളതായിരുന്നു. കൂടുതൽ സന്ദർശകരും കാടിൻ്റെ ആ ഭാഗത്തായിരുന്നു ക്യാമ്പ് ചെയ്യാൻ പോവാറുണ്ടായിരുന്നത്. ആ വഴി മുന്നോട്ട് പോകുമ്പോൾ 3 വ്യത്യസ്ത വഴികളായി പിരിയുന്ന ഒന്നായിരുന്നു. ആ ക്യാമ്പറുകളുടെ ബന്ധുക്കളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു സൂചന ലഭിച്ചിരുന്നു. ഇത്തവണ അവർ പുതിയൊരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യാൻ പോകാനാണ് പദ്ധതി ഇട്ടിരുന്നതെന്ന്. അതുകൊണ്ട് ഞാൻ ആ പ്രശസ്തമായ ക്യാമ്പിംഗ് സ്ഥലം ഉപേക്ഷിച്ച് ഏറ്റവും കുറച്ച് ആളുകൾ ക്യാമ്പിങ്ങിന് പോകുന്ന 3ാമത്തെ വഴിയിലേക്ക് പോകാൻ തുടങ്ങി. അവർ ഈ വഴിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക എന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പായിരുന്നു. എൻ്റെ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. ആ വഴിയിൽ ഏകദേശം 500 മീറ്റർ ദൂരം മുന്നോട്ടെത്തിയപ്പോൾ എനിക്ക് നിലത്ത് ചില കാൽപ്പാടുകൾ കണ്ടു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് തീർച്ചയായും അവരുടെ കാൽപ്പാടുകൾ തന്നെയായിരിക്കുമെന്ന്. കാരണം അങ്ങനെയുള്ള കാലാവസ്ഥയിൽ മറ്റാരും ഇവിടെ വരാറില്ലല്ലോ. പക്ഷേ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് മനുഷ്യൻ്റെ കാൽപ്പാടുകളല്ലായിരുന്നുവെന്ന് എനിക്ക് വ്യക്തമായി. ആ പാദങ്ങൾ വളരെ വീതിയുള്ളതായിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ആ പാടുകൾ പെട്ടെന്ന് വഴിയുടെ നടുവിൽ പ്രത്യക്ഷപ്പെടുകയും ഏകദേശം 20 ചുവട് മുന്നോട്ട് പോയതിനു ശേഷം വീണ്ടും അപ്രത്യക്ഷമാവുകയും ചെയ്തു എന്നതാണ്. ആകാശത്ത് നിന്ന് ആരോ ഇവിടെ ഇറങ്ങുകയും കുറച്ചു ദൂരം നടന്ന് വീണ്ടും ആകാശത്തേക്ക് പറന്നതുപോലെ. പക്ഷേ അതെങ്ങനെ സംഭവിക്കാൻ? എനിക്ക് മുമ്പോട്ട് പോകേണ്ടതുണ്ടായിരുന്നു. ഏകദേശം
40 മിനിറ്റ് കൂടി മുന്നോട്ട് പോയപ്പോൾ എനിക്കവരുടെ കൂടാരം കാണാൻ കഴിഞ്ഞു. കൂടാരത്തിനുള്ളിൽ എല്ലാ സാധനങ്ങളും ഭംഗിയായി വെച്ചിരിക്കുന്നു. സ്ലീപ്പിംഗ് ബാഗുകൾ, ബാക്ക് പാക്കുകൾ, ഒരു ചെറിയ ഗ്യാസ് സ്റ്റൗവും ഉണ്ടായിരുന്നു. ഒരുതരം പോരാട്ടത്തിൻ്റെയും ഒരു ലക്ഷണവുമില്ലായിരുന്നു. ഇത്രയും തണുപ്പുള്ള കാലാവസ്ഥയിൽ ആരും തങ്ങളുടെ സാധനങ്ങൾ ഉപേക്ഷിച്ച് ഈ കൂടാരത്തിൽ നിന്ന് പോകില്ല. ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും പോകില്ല. അപ്പോഴാണ് കൂടാരത്തിന് മുന്നിലായി കുറച്ച് രക്തത്തുള്ളികൾ കിടക്കുന്നത് ഞാൻ കണ്ടത്. ആ രക്തത്തുള്ളികൾ കൂടാരത്തിന് പിന്നിലൂടെ കാട്ടിലേക്ക് പോവുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് എൻ്റെ തോക്കെടുത്തു. പിന്നിലേക്ക് പോകാൻ തുടങ്ങി. കുറച്ചു ദൂരം പോയപ്പോൾ രക്തം കാണാതെയായി. ഞാൻ വേഗം റേഡിയോ ഫോൺ എടുത്ത് എൻ്റെ ബേസിൽ വിളിച്ച് കൂടാരം കണ്ടെത്തിയെന്നും രക്തം കിട്ടിയെന്നും പറഞ്ഞു. ഒടുവിൽ തിരയാൻ സ്നിഫർ ഡോഗിനെ പരിശീലനം ലഭിച്ച നായ വിളിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബേസിൽ നിന്ന് അടുത്ത ടീം ഇവിടെ എത്താൻ കുറഞ്ഞത് 1 മണിക്കൂർ എടുക്കും. ഈ സമയം ഞാൻ എവിടെയൊക്കെ നടന്ന് സമയം കളയുകയായിരുന്നു. ഞാൻ സത്യം പറയട്ടെ, ഒരു നിമിഷം എനിക്ക് എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നതായി തോന്നി. വളരെ വ്യക്തമായി ഞാൻ ആ ശബ്ദം കേട്ടു. എൻ്റെ അമ്മ 4 വർഷം മുമ്പ് മരിച്ചിരുന്നു. ശബ്ദം കേട്ടതും എൻ്റെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആ നിമിഷം എൻ്റെ ഹൃദയത്തിൽ ഒരുതരം ഭയം നിറഞ്ഞു. എന്തുകൊണ്ടോ എന്നെ ആരോ തുടർച്ചയായി നോക്കിക്കൊണ്ടിരിക്കുന്നതായി എനിക്ക് തോന്നി. ഒരു മൃഗമോ മനുഷ്യനോ ആയിരുന്നില്ല, മറ്റെന്തോ ആയിരുന്നു. എനിക്കത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയില്ല. അവിടുത്തെ മരങ്ങളും കുറ്റിക്കാടുകളും മലകളുമെല്ലാം എന്നെ നിരീക്ഷിക്കുന്നത് പോലെ തോന്നി. എൻ്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ടീമും അവിടെ എത്തി. ഒരു സ്നിഫർ ഡോഗും അവിടെ ഉണ്ടായിരുന്നു. ഡോഗ് ഹാൻഡ്ലർ തൻ്റെ നായയെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയി ക്യാമ്പുകളുടെ മണം പിടിപ്പിച്ചു. മണം കിട്ടിയതും ആ നായ നേരെ ആ രക്തക്കറകളുടെ അടുത്തുകൂടി കാട്ടിലേക്ക് പോകാൻ തുടങ്ങി. അതിന് വളരെ വ്യക്തമായി മണം കിട്ടിയിട്ടുണ്ടെന്നും കുറച്ചു കഴിഞ്ഞാൽ അത് അവരിലേക്ക് എത്തുമെന്നും തോന്നി. എന്നാൽ 2 മിനിറ്റിനുള്ളിൽ ആ നായയ്ക്ക് എന്തു പറ്റിയെന്നറിയില്ല, അത് അത്രയ്ക്ക് പേടിച്ചു പോയി. ഒരടി പോലും മുന്നോട്ട് ചുറ്റില്ല. അതിൻ്റെ വാൽ കാലുകൾക്കിടയിൽ ചുരുണ്ടുകൂടി. ഡോഗ് ഹാൻഡ്ലർ പറഞ്ഞു, ഇതുവരെ നായയെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടില്ല എന്ന്. ആ നായ എന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു. അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ അത് പോയില്ല. ഒടുവിൽ ഞങ്ങൾ 2 റേഞ്ചർമാർ സ്വയം മുന്നോട്ട് പോയി പരിശോധിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ബേസിലേക്ക് പോയിരുന്നെങ്കിലെന്ന്. കാരണം അതിനുശേഷം ഞാൻ കണ്ടത് എനിക്കിതുവരെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഏകദേശം 25-30 ചൂടുകൾ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഞങ്ങൾ ആ 3 യാത്രികരെയും കാണാൻ കഴിഞ്ഞത്. നിലത്ത് നേരെ കിടക്കുന്നു, സുഖമായി ഉറങ്ങുന്നത് പോലെ. ഒരു വ്യത്യാസം മാത്രം, അവർ ജീവനോടെ ഉണ്ടായിരുന്നില്ല. 3 പേരുടെയും മുഖത്തെ തൊലിയുരിഞ്ഞു പോയിരുന്നു. ആപ്പിൾ കത്തി കൊണ്ട് തോലി ഉരിയുന്നത് പോലെ. അതേപോലെയായിരുന്നു അവരുടെ മുഖത്തെ തൊലി വലിച്ചെടുത്തിരുന്നത്. പക്ഷേ ചുറ്റും രക്തമൊന്നും ഉണ്ടായിരുന്നില്ല. ആ മൃതദേഹങ്ങളെ ഒരു മൃഗവും തിന്നതായിരുന്നില്ല. 3 മൃതദേഹങ്ങളും നേരെ കിടന്നിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ, ജാക്കറ്റുകൾ, കയ്യിലെ കയ്യുറകൾ എല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ അതൊരു വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. ഇതെല്ലാം അസാധ്യമായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചുവെന്ന് അറിയില്ലായിരുന്നു. ഞാൻ മനസ്സിൽ അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്കറിയാമായിരുന്നു ഈ കാട്ടിൽ ദൈവമില്ലെന്ന്. പിന്നെ എന്തൊക്കെയോ ചെയ്ത് ഞങ്ങൾ ബേസിൽ വിളിച്ച് ബാക്കപ്പ് വരുത്തി. ആ 3 മൃതദേഹങ്ങളെയും അവിടുന്ന് മാറ്റി. രാത്രി തങ്ങാനായി ഞങ്ങളുടെ ബേസിൽ തന്നെ മുറികളുണ്ടായിരുന്നു. ഓരോ റേഞ്ചർമാർക്കും ഓരോ മുറി. ഡ്യൂട്ടി കഴിഞ്ഞാൽ ചില റേഞ്ചർമാർ വീട്ടിൽ പോകും, മറ്റു ചിലർ ബേസിൽ തന്നെ തങ്ങും. അന്ന് ഞാനും മറ്റൊരു റേഞ്ചറും രാത്രി ബേസിലാണ് തങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ജോലി പ്രവേശിച്ചിട്ട് ഏകദേശം 7-8 മാസമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ വളരെ അസ്വസ്ഥനായിരുന്നു. ആ 3 മൃതദേഹങ്ങൾ എൻ്റെ കൺമുന്നിൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരുന്നു. മറ്റ് പഴയ റേഞ്ചർമാർ ഇതൊന്നും വലിയ കാര്യമായി തോന്നിയില്ല എന്നതിൽ ഞാൻ അത്ഭുതപ്പെട്ടു. രാത്രി എൻ്റെ കട്ടിലിൽ കിടന്ന് ഞാൻ ജനലിൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടിരുന്നു. നേരിയ മഞ്ഞുവീഴ്ച അപ്പോഴും ഉണ്ടായിരുന്നു. അതെൻ്റെ തോന്നലായിരുന്നോ അത് എന്തായിരുന്നോ എന്ന് എനിക്കറിയില്ല. പക്ഷെ തണുപ്പിൽ ഗ്ലാസ്സിൽ രൂപപ്പെടുന്ന മഞ്ഞ് ഒരു പൂർണ്ണ രൂപത്തിലായിരുന്നുവെന്ന് എനിക്ക് തോന്നി. ആരോ കൈകൊണ്ട് ഉണ്ടാക്കുന്നത് പോലെ. ഓരോ തവണ നോക്കുമ്പോഴും ആരോ എന്നോട് എന്തോ എഴുതി പറയാൻ ശ്രമിക്കുന്നത് പോലെ തോന്നി. ഒരുപക്ഷെ എൻ്റെ തോന്നലായിരിക്കാം, പക്ഷേ അത് എൻ്റെ തോന്നലായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നില്ല.
രാത്രി സാധാരണ പോലെ കടന്നുപോയി. പിന്നെ രാവിലെ കണ്ണു തുറന്നപ്പോൾ ഞാൻ എൻ്റെ കൈത്തണ്ടയിലെ വാച്ചിൽ സമയം നോക്കി. രാവിലെ 7:42 സമയം. അപ്പോഴേക്കും മറ്റേ റേഞ്ചർ ബേസിൽ നിന്ന് വീട്ടിലേക്ക് പോയിരുന്നു. കാരണം പൊതുജനങ്ങൾക്ക് കാർഡ് അടച്ചിട്ടിരിക്കുന്നതുകൊണ്ട് കൂടുതൽ സ്റ്റാഫിനെ ആവശ്യമായിരുന്നു. ഞാൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പുറത്ത് വാതിൽ മുട്ടുന്നത് ഞാൻ കേട്ടത്. ആരായിരിക്കാം? എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. കാരണം എനിക്കറിയാവുന്നിടത്തോളം അന്ന് മറ്റൊരു റേഞ്ചറും ഡ്യൂട്ടിക്കുണ്ടായിരുന്നില്ല. ഞാൻ അകത്തു നിന്ന് ആരാണെന്ന് ചോദിച്ചു. ഹേയ് പോൾ, ഇത് ഞാനാണ്. വെസ്റ്റ് സ്റ്റേഷനിൽ നിന്നും ടോം. പുറത്തു നിന്ന് ശബ്ദം വന്നു. കാടിൻ്റെ വെസ്റ്റ് സ്റ്റേഷനിലും ഞങ്ങളുടെ ഒരു ചെറിയ ബേസ് ഉണ്ടായിരുന്നു. അവിടെ ടോം എന്നൊരു മറ്റൊരു റേഞ്ചറാണ് ഡ്യൂട്ടിക്കുണ്ടായിരുന്നത്. ഞാൻ വാതിൽ തുറന്നു. അയാൾ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ടോം പോൾ, എന്തുണ്ട് വിശേഷങ്ങൾ? അയാൾ പറഞ്ഞു. എന്തുകൊണ്ടോ എനിക്ക് അയാളെ കാണുമ്പോൾ വളരെ വിചിത്രമായി തോന്നി. അയാളുടെ സംസാര രീതിയും വിചിത്രമായിരുന്നു, അസ്വാഭാവികമായിരുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ടോം ജോലി ചെയ്തിരുന്ന സ്റ്റേഷൻ ഇവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയായിരുന്നു. അയാളിങ്ങനെ പെട്ടെന്ന് ഇവിടെ വരുന്നത് ഒരു അർത്ഥവുമില്ലായിരുന്നു. പക്ഷേ അത് ടോം തന്നെയായിരുന്നു, കാണാൻ അതുപോലെ തന്നെ. ഞാൻ അയാളെ അകത്തേക്ക് വരാൻ അനുവദിച്ചു. അകത്തു വന്ന് ഞങ്ങൾ മേശയുടെ ഇരുവശങ്ങളിലായി കസേരകളിലിരുന്നു. ഈ വർഷം മഞ്ഞ് വീഴ്ച കൂടുതലാണല്ലേ? അയാൾ പറഞ്ഞു. ഞാനെന്ത് പറയാൻ, എനിക്കിത് ആദ്യത്തെ വർഷമാണ്, ഞാൻ പറഞ്ഞു. സംസാരിക്കുന്നതിനിടയിൽ ഞാൻ അയാളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അയാളുടെ യൂണിഫോം വളരെ അയഞ്ഞതായി തോന്നി. അത് അയാളുടെ വലുപ്പത്തിലുള്ളതല്ലാത്തതുപോലെ. അയാളുടെ ശരീരത്തിലെ സന്ധികൾ എന്തുകൊണ്ടോ എനിക്ക് വളരെ തെറ്റായി തോന്നി. അപ്പോൾ ടോം, വീട്ടിൽ എല്ലാവർക്കും എങ്ങനെയുണ്ട്? നിൻ്റെ ഭാര്യയ്ക്ക് സുഖമാണോ? എല്ലാം ഓക്കെയാണോ? ഞാൻ അയാളോട് ചോദിച്ചു. അതെ 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 എല്ലാവർക്കും സുഖമാണ്. എൻ്റെ ഭാര്യയ്ക്കും പൂർണ്ണ സുഖമാണ്, അയാൾ മറുപടി പറഞ്ഞു. ഇത് കേട്ടതും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ടോം വിവാഹിതനായിരുന്നില്ല. അയാൾക്ക് ഭാര്യ ഉണ്ടായിരുന്നില്ല. അതായത് എൻ്റെ മുന്നിലിരിക്കുന്നത് ടോം ആയിരുന്നില്ല. ഇത് മനസ്സിലായതും എൻ്റെ ജീവൻ എൻ്റെ തൊണ്ടയിൽ കുടുങ്ങി. പക്ഷേ എനിക്ക് പരിഭ്രാന്തനാകാൻ പാടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്കിത്ര വിചിത്രമായി തോന്നുന്നതെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ഇതെന്തായിരുന്നോ അത് ടോമിൻ്റെ തൊലി ധരിച്ചിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ എനിക്കും ആ ക്യാമ്പേഴ്സിന് സംഭവിച്ചത് തന്നെ സംഭവിക്കാം. ഞാൻ സാധാരണ പോലെ അഭിനയിച്ചുകൊണ്ടിരുന്നു. ടോം, നീ ഇവിടെ ഇരിക്ക്, ഞാൻ അടുത്ത അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരാം. അതും പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് എൻ്റെ മുറിയിലേക്ക് പോയി. അകത്തു നിന്ന് വാതിൽ പൂട്ടി ആദ്യം ചെയ്തത് എൻ്റെ പിസ്റ്റലെടുത്ത് റേഡിയോ ഫോണിൽ ബേസ് സ്റ്റേഷനിൽ വിളിച്ച് ടോമിനെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ അറിഞ്ഞത് അയാൾ സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നാണ്. ഇത് കേട്ടത് പുറത്തിരിക്കുന്നത് ടോമല്ല, ഒരു വേഷം മാറിയ രൂപമായിരുന്നു എന്നതിൽ ഒരു സംശയവും ഇല്ലാതെയായി. ഞാൻ ഉടൻ തന്നെ ബാക്കപ്പ് വേണമെന്ന് പറഞ്ഞു. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ആ സ്റ്റേഷനിൽ നിന്നും 4-5 റേഞ്ചർമാർ ഞങ്ങളുടെ അടുത്തേക്ക് എത്തി. അവർ എത്താൻ 1 മണിക്കൂർ എടുത്തു. പക്ഷേ ആ ഓരോ മിനിറ്റും ഓരോ ദിവസത്തോളം നീണ്ടതാണെന്ന് എനിക്ക് തോന്നി. വാതിൽ തകർത്ത് അവൻ വരുമെന്നും എന്നെ കീറി മുറിക്കുമെന്നും തോന്നി. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഏകദേശം 1 മണിക്കൂറിന് ശേഷം മറ്റ് റേഞ്ചർമാർ വന്നപ്പോൾ അകത്ത് ആരും ഉണ്ടായിരുന്നില്ല. അവൻ എപ്പോഴാണ് ഇവിടെ നിന്ന് പോയതെന്ന് എനിക്കറിയില്ല. അവൻ പോയ ഒരു ശബ്ദം പോലും ഞാൻ കേട്ടില്ല. റേഞ്ചർമാർ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്നും എന്തിനാണ് ബാക്കപ്പ് വിളിച്ചതെന്നും. ഞാൻ അവരോട് ഒന്നും പറഞ്ഞില്ല. പറഞ്ഞാൽ എന്ത് പറയും? ഞാൻ പറഞ്ഞു, പുറത്ത് കാട്ടുപൂച്ചകളുടെ കൂട്ടം വന്നതുകൊണ്ട് ഞാൻ പേടിച്ചു പോയെന്ന്. അവർ ചിരിച്ചു. പക്ഷെ ഞാൻ പുതിയ ആളാണെന്ന് കരുതി കൂടുതലൊന്നും പറഞ്ഞില്ല. അന്ന് വരെ കാട്ടിൽ പലതരം ദുരൂഹ ജീവികളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് പകൽ വെളിച്ചത്തിൽ അതിനെ നേരിട്ടു. അന്നു മുതൽ ഞാൻ ഈ കാടിനെ ഒരിക്കലും നിസ്സാരമായി കാണുന്നില്ല. അതിനുശേഷവും എനിക്ക് ഒരുപാട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുമായി നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അന്നെൻ്റെ ജീവൻ രക്ഷപ്പെട്ടതിൽ ഞാൻ ഭാഗ്യവാനായി കരുതുന്നു. 2ാമത്തെ അനുഭവം. എൻ്റെ പേര് സമന്ത എന്നാണ്. ഞാൻ 6 വർഷം അമേരിക്കയിലെ ഗ്രാൻഡ് കാനോൺ നാഷണൽ പാർക്കിൽ ഫോറസ്റ്റ് റേഞ്ചറായി ജോലി ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 വർഷം മുമ്പ് ഞാൻ ആ ജോലി ഉപേക്ഷിച്ചു. ജോലി ഉപേക്ഷിക്കാൻ പ്രത്യേക കാരണമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ 6 വർഷം കാട്ടിൽ ജോലി ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ജോലി എനിക്കുള്ളതല്ലെന്ന്. എനിക്കിനി ഇതൊന്നും താങ്ങാൻ കഴിയില്ലായിരുന്നു. അതുകൊണ്ടൊടുവിൽ ആ ജോലി ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. സത്യം പറഞ്ഞാൽ ഈ ജോലി ഉപേക്ഷിച്ചതിന് ശേഷം എനിക്കിപ്പോൾ ആ കാര്യങ്ങളൊന്നും ഓർക്കാൻ ഇഷ്ടമല്ല.
എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ പോകുന്നു. അത് ഓർക്കുമ്പോൾ ഇന്നും എൻ്റെ ഹൃദയത്തിൽ ഭയം നിറയുന്നു. അക്കാലത്ത് ഞാൻ കാട്ടിൽ ജൂനിയർ റേഞ്ചറായി ജോലി ചെയ്യുകയായിരുന്നു. ഞാൻ ചേർന്നിട്ട് ഏകദേശം 2 ആഴ്ചകളെ ആയിരുന്നുള്ളൂ. ഒരു തവണ ഞങ്ങൾക്ക് ചില റിപ്പോർട്ടുകൾ ലഭിച്ചു. കാടിൻ്റെ ഒരു ഭാഗത്ത് വിചിത്രമായ നിലവിളി കേൾക്കുന്നുണ്ടെന്ന്. ഇത് പുതിയ കാര്യമല്ലെന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇവിടെ കാടിൻ്റെ പല ഭാഗങ്ങളിലും കാട്ടുപൂച്ചകൾ വസിക്കുന്നുണ്ട്. അവയെ മൗണ്ടൻ ലയൺസ് എന്നാണ് പറയുന്നത്. ഈ പൂച്ചകളുടെ ശബ്ദം ഒരു സ്ത്രീ ഉറക്കെ നിലവിളിക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചപ്പോൾ ഞാൻ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി അവിടെ തീർച്ചയായും കാട്ടുപൂച്ചകളുടെ ഒരു കൂട്ടം എത്തിയിട്ടുണ്ടാവുമെന്ന്. എന്നിരുന്നാലും ഒരു തവണ പോയി പരിശോധിക്കണമായിരുന്നു. അതിനായി ഞാൻ എൻ്റെ ഡ്യൂട്ടി ചുമതലപ്പെടുത്തി. എന്നാൽ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാനങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ പറഞ്ഞു താനും കൂടെ വരുമെന്ന്. ഇത്രയും മുതിർന്ന ഒരു റേഞ്ചർ ഇത്രയും ചെറിയ കാര്യത്തിൽ എന്നോടൊപ്പം കാട്ടിലേക്ക് വരുന്നതിൽ എനിക്ക് വളരെ വിചിത്രമായി തോന്നി. ഞാൻ പുതിയ ആളായതുകൊണ്ട് ഒരുപക്ഷെ അദ്ദേഹം എൻ്റെ ജോലി നിരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം എന്ന് ഞാൻ കരുതി. ഞാൻ അധികം ചിന്തിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയായിരുന്നു. ഞാൻ കുറച്ച് പരിഭ്രമിച്ചിരുന്നു. കാരണം അദ്ദേഹം എൻ്റെ ഓഫീസറായിരുന്നു. പക്ഷേ അദ്ദേഹം സാധാരണ പോലെ എന്നോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയിൽ അദ്ദേഹം എന്നോട് ഒരു കാര്യം പറഞ്ഞു. അന്ന് ഞാൻ അതിനെ അത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷേ അടുത്ത 6 വർഷത്തിനുള്ളിൽ ക്യാപ്റ്റൻ പറഞ്ഞ ആ വാക്ക് എത്ര പ്രാധാന്യമുള്ളതായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഈ കാടുകളിൽ ചെറിയൊരു ജോലിയെപ്പോലും ഒരിക്കലും നിസ്സാരമായി കാണരുത്. എല്ലായ്പ്പോഴും നിങ്ങളുടെ ചുറ്റിലുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണമെന്ന്. അന്ന് ആ വാക്കിൻ്റെ അർത്ഥം എനിക്കത്ര മനസ്സിലായില്ലായിരുന്നു. പക്ഷേ ഇന്ന് ആലോചിക്കുമ്പോൾ അതത്ര ആഴമുള്ളതായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും നടന്ന് ഞങ്ങൾ ആ ശബ്ദങ്ങൾ കേട്ട ഭാഗത്തേക്കെത്തി. ആ ഭാഗത്ത് ഞങ്ങൾ കാട്ടുപൂച്ചകളുടെ സാന്നിധ്യത്തിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. ഉദാഹരണത്തിന് അവരുടെ കാഷ്ടം, ശരീരത്തിലെ രോമങ്ങൾ തുടങ്ങിയവ. പക്ഷേ അങ്ങനെയൊന്നും കാണാനുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുറച്ച് ദൂരെ നിന്ന് കാട്ടുപൂച്ചയുടെ ശബ്ദം വീണ്ടും കേട്ടത്. സത്യം പറഞ്ഞാൽ ആ ശബ്ദം ശരിക്കും ഒരു സ്ത്രീ കരയുന്നത് പോലെയായിരുന്നു. ഒരു നിമിഷം എൻ്റെ ഹൃദയം നിലച്ചുപോയി. ഞങ്ങൾ മുന്നോട്ട് നടന്ന് ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് കാട്ടിലെ എല്ലാ ശബ്ദങ്ങളും നിലച്ചതുപോലെ, കാട് എല്ലാ ശബ്ദങ്ങളെയും വലിച്ചെടുക്കുന്നത് പോലെ. എൻ്റെ ശ്വാസം പോലും കേൾക്കാതെയായി. ഞാൻ ബധിരയായി പോയോ എന്നെനിക്ക് തോന്നി. ഞാൻ എൻ്റെ ക്യാപ്റ്റനെ നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്തും അതേ പരിഭ്രാന്തമായ ഭാവങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കുന്ന രീതി കണ്ടപ്പോൾ ഇതെല്ലാം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ തോന്നി. ഒരുപക്ഷെ ഇതിനു മുമ്പും അദ്ദേഹം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിട്ടിട്ടുണ്ടാവും. ഞാൻ പറയട്ടെ, അപ്പോൾ എനിക്ക് മറ്റൊന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു വിചിത്രമായി മുഴങ്ങുന്ന ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങാൻ തുടങ്ങി. മേശപ്പുറത്ത് ഒരു ഫോൺ ചെറുതായി വൈബ്രേറ്റ് ചെയ്യുന്നത് പോലെ അതേപോലെയുള്ള ശബ്ദം മാത്രമല്ല, എനിക്കത് വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ തോന്നി. ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നി ഇവിടെ വലിയ ഒരു ഭൂകമ്പം വരുന്നുണ്ടെന്ന്. പക്ഷേ അതൊരു ഭൂകമ്പമായിരുന്നില്ല, അത് മറ്റെന്തോ ആയിരുന്നു. അപ്പോഴാണ് എനിക്കതിനെ കാണാൻ കഴിഞ്ഞത്. ഏകദേശം 30 ചുവട് അകലെ വശത്തുള്ള മരങ്ങൾക്കിടയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഏകദേശം 7 അടി ഉയരമുള്ള ഒരു മെലിഞ്ഞ കറുത്ത നിഴൽ. 7 അടിയിൽ കൂടുതലുണ്ടായിരുന്നു അതിന്. പക്ഷേ അത് വിചിത്രമായ രീതിയിൽ ഇഴഞ്ഞുകൊണ്ട് പതിയെ ഞങ്ങളുടെ അടുത്തേക്ക് വരികയായിരുന്നു. സ്വാഭാവികമായും എന്നെപ്പോലെ ആരെങ്കിലും അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം കണ്ടിട്ട് ഭയപ്പെടുമായിരുന്നു. ഞാൻ അത്രയ്ക്ക് പേടിച്ചു പോയിരുന്നു. ഓടാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ക്യാപ്റ്റൻ എൻ്റെ കയ്യിൽ മുറുക്കെ പിടിച്ചത്. അദ്ദേഹം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെ ഓടാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? പക്ഷേ ക്യാപ്റ്റൻ പതിയെ എൻ്റെ ചെവിയിൽ പറഞ്ഞു, ശാന്തമായിരിക്കൂ, ഒരു ശബ്ദവും ഉണ്ടാക്കരുത്, അതിനെ നോക്കരുത്, അതിനോട് സംസാരിക്കരുത്, പതിയെ നടക്കുക മാത്രം ചെയ്യുക, അതിനെ നോക്കാതെ. ഇങ്ങനെയുള്ള അവസ്ഥയിൽ ആർക്കാണ് ശാന്തമായിരിക്കാൻ കഴിയുക? പക്ഷേ എനിക്കറിയാമായിരുന്നു, ക്യാപ്റ്റൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് 2 അടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലായിരുന്നു. കാരണം എനിക്കറിയാമായിരുന്നു അതെന്തായിരുന്നോ അതെൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ എത്ര ദൂരം പോയെന്ന് എനിക്കറിയില്ല. അതെല്ലാം എനിക്കൊരു മായ പോലെയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാട്ടിലെ എല്ലാ ശബ്ദങ്ങളും സാധാരണ നിലയിലായി എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബധിരയല്ലെന്ന് എനിക്ക് ആശ്വാസം തോന്നി. അപ്പോഴാണ് എൻ്റെ ക്യാപ്റ്റൻ പറഞ്ഞത്, ഇനി വേഗത്തിൽ ഇവിടുന്ന് പോകാം. ഞങ്ങൾ ഓടിയില്ല, പക്ഷെ മുഴുവൻ വേഗതയിൽ നടന്ന് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു.
ഞാൻ അത്രയ്ക്ക് ഞെട്ടിപ്പോയിരുന്നു, വിറയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നില്ല. പക്ഷേ എൻ്റെ ക്യാപ്റ്റൻ ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെയായിരുന്നു പ്രതികരിച്ചത്. അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്നോടൊന്നും സംസാരിച്ചില്ല. ഞങ്ങൾ നിശബ്ദമായി അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ ബേസിലെത്തി. പക്ഷേ ബേസിലെത്തിയപ്പോൾ എൻ്റെ ക്ഷമ നശിച്ചു. ഞാൻ അദ്ദേഹത്തോട് അലറാൻ തുടങ്ങി. ഇതെല്ലാം എന്തായിരുന്നു? എന്നോട് പറയൂ, എനിക്ക് ഉത്തരം വേണം. അപ്പോൾ അദ്ദേഹം എന്നോട് ഇത്രമാത്രം പറഞ്ഞു: ഈ കാടുകളിൽ ചില കാര്യങ്ങൾ നിലവിലുണ്ട്. മനുഷ്യർ ഇവിടെ വരുന്നതിന് മുമ്പ് മുതൽ ഇവിടെയുള്ള ചില കാര്യങ്ങൾ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ. ഇതെല്ലാം നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഇപ്പോൾ തന്നെ രാജിവെച്ച് ഈ ജോലി ഉപേക്ഷിച്ച് പോയിക്കോളൂ. ഞാൻ ജോലി ഉപേക്ഷിച്ചില്ല. കാരണം അന്ന് എനിക്ക് ജോലിയുടെ അത്യാവശ്യമുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ ഭീകരമായ ഓർമ്മയും മങ്ങിപ്പോയി. കാട്ടിലെപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാറില്ലായിരുന്നു. മറിച്ച് മിക്കപ്പോഴും കാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടാവാറില്ലായിരുന്നു. ആ കാട്ടിൽ ജോലി ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിലെ നല്ലൊരു സമയം ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ കാട് അതിൻ്റെ യഥാർത്ഥ രൂപം കാണിക്കുമ്പോൾ ഇന്ന് ജീവിതം ഇവിടെ അവസാനിക്കുമെന്ന് തോന്നിയിരുന്നു.